ആര്? അവള് മാത്രമല്ല അനുഭവിക്കുന്നത്. ഈ പെണ്ണ് അവർക്കൊരു ബാധ്യതയായിട്ട് നിൽക്കുന്നു കുടുംബത്തിന്. അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല, മനസ്സിലാവില്ല. കേന വേണോ? ഓന വേണോ? കോന ഇഷ്ടാണോ? കേട്ടാ? ഇതാരി പൊന്നോ, ഇത് നോക്കി. ഏതിച്ചാ? ഇതേതിച്ച മോനോ? ഇത് നോക്ക്. ഇതാരി ചപ്പൂന്റിച്ചകാ? ഏടിണ്ടായിനി? ഏടെ മുള്ളു? അതിന്റെ പേർക്കണ്ടതാ ഈ ചപ്പൂന്തിച്ചിനാ ചപ്പൂനെ? ചപ്പൂനെ മുകളിലോട്ട് പൊന്തിച്ചതാ. പക്ഷെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ബാങ്കിൽ പോയിരുന്നു. ബാങ്കിൽ പോയ ടൈമിനാണ് ശരിക്കും ഞങ്ങളൊക്കെ കണ്ണു തള്ളിപ്പോയത്. കാരണം 6.5 ലക്ഷം രൂപയാണ് 5 ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് മറ്റേ ATM വഴിയും മറ്റു ചാലും പിൻവലിക്കുന്നുള്ളത്. ഇവിടെ എല്ലാ ക്യാമറയും ഓഫ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് ഇതാ അവന്റെ ഡ്രസ്സാണ് ഈ കാണുന്നതൊക്കെ. അല്ല, ഇവിടെ വരികയും ചെയ്യും. അത് കൂടാതെ ഇവിടെ വന്നിട്ട് ഫുൾ ആർമാദിക്കും. രാത്രി ആരും എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഇതിനകത്താണ് അവരെ ചുറ്റുപാട്. അതായത് ഇവിടെ ഉമ്മ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടുന്നില്ല. അപ്പുറം വീടില്ല ഇപ്പുറം വീടില്ല. ഈ കാണുന്ന ഫ്രണ്ടിലത്തെ ഈ 2 വീടേ ഉള്ളൂ. വേറെ 2 സൈഡൊന്നുമില്ല. ആരും അറിയാൻ പോകുന്നില്ല. ഫുൾ ടൈം ഇവിടെ ഈ ക്യാമറ ഓഫ് ആക്കും. ഈ വലിയ ക്യാമറ വരെ, സോളാർ ക്യാമറ വരെ ഇവർ ഓഫ് ആക്കിയിട്ടാ പോകുന്നു. അതായത് ഈ പറയപ്പെടുന്ന CCTV സംവിധാനം അല്ലെ? ഇവിടെ ഉണ്ട്. ഈ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്, സോളാർ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്. എല്ലാ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷമാണ് ഇവന് ഇവിടെ വീട്ടിൽ കയറി വരുന്നത്. അത് മാത്രമല്ല, ഈ വീട്ടിൽ കയറണമെങ്കിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിമോട്ട് ഇല്ലാതെ ഒരിക്കലും ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അത് ഇവിടുന്ന് തുറന്ന് ഓപ്പൺ ആക്കിയ ശേഷമേ അവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൻ്റെ ഡ്രസ്സാണ്. ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രസ്സാണിത്. ഇതെല്ലാം ശ്രീഹരിയുടെ ഡ്രസ്സും ഇത് ബർമൂഡ. പിന്നെ അവള് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് കെട്ടിവെച്ച തുണിയാണിത്. ഇത് വഴി ഇവന് ഇതിന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാല് ഈ തുണി പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന തുണിയാണിത്. ഇതിലിങ്ങനെ ചാടിയിട്ട് ആ മതിലിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് ആ റോഡ്. എത്രയോ സ്ത്രീ കണ്ടല്ലോ നിങ്ങൾ, സ്വർഗം പോലെയുള്ള ഒരു വീട്. അവള് മാത്രമല്ല അനുഭവിക്കുന്നത്. അവളുടെ മാതാപിതാക്കൾ ഇന്ന് വയോധികരാണ്, വയസ്സാണ്, അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. ആലോചിച്ച് നോക്കൂ. വളരെ മാന്യമായ രീതിയിൽ ആ കുടുംബത്തിന് എല്ലാവിധ സംരക്ഷണവും സംവിധാനവും ലഭിച്ച് ജീവിക്കുക. അപ്പോഴാണ് ഇവൾക്ക് എന്ത് തോന്നിയത്? ഈ പറയുന്ന ശ്രീഹരിയുമായിട്ടുള്ള അവിഹിതം തുടരണമെന്ന് തോന്നിയത്. ഈ വയോധികരായ ഈ മാതാപിതാക്കൾക്ക് ജീവിക്കാൻ വേറെ വരുമാനങ്ങളൊന്നുമില്ല. ഈ പെണ്ണ് അവർക്കൊരു ബാധ്യതയായിട്ട് നിൽക്കുന്നു കുടുംബത്തിന്. അതുകൊണ്ട് തന്നെ ആ സഫാനയുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുവാനോ ഒരു ആൺകുട്ടിക്ക് ഭാര്യയെ വധുവിനെ സ്വീകരിക്കുവാനോ സാധിക്കാത്ത വണ്ണം അങ്ങേയറ്റം പ്രയാസത്തിലാണ് ആ കുടുംബം കഴിഞ്ഞു. സഫാന കട്ടപ്പുകയിലുമാണ്. മാത്രമല്ല സഫാനയുടെ മാതാപിതാക്കള് കണ്ണീര് കുടിച്ചു കഴിയുകയുമാണ്. കാരണം അതങ്ങനെ തന്നെയാണല്ലോ. പല വിവാഹങ്ങളും ഇതിനു ശേഷം ഈ പറയുന്ന സഫാനക്ക് വന്നിരുന്നു എങ്കിലും ഒരു വിവാഹവും ഇതുവരെ ശരിയായി നടന്നിട്ടില്ല. അതെങ്ങനെയാ നടക്കുക? അല്ലെ? അന്വേഷിച്ച് ആ വീടിന്റെ അടുത്ത് 2-3 ആളുകളോട് ചോദിക്കില്ലേ? നമ്മളൊക്കെ ഒരു കുട്ടിയെ കെട്ടിക്കുകയാണെങ്കിലും ഒരു പുരുഷന് വിവാഹം അന്വേഷിക്കുകയാണെങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ എന്തു ചെയ്യും? അന്വേഷണവുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള വീടുകളിലും എല്ലാ പരിസരത്തും നമ്മൾ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ കുപ്രസിദ്ധി ആർജിച്ച സഫാനക്ക് ഒരു സുഗമമായ രീതിയിൽ ഒരു വിവാഹം അസാധ്യമാണ്. ദുരിതപൂർണമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ സഫാന നയിക്കുന്നത്. ഇപ്പോ ആരുമില്ല. മാത്രമല്ല ഈ ശ്രീഹരി ഇവളെ കൊണ്ടുപോകാൻ കഴിയില്ല. ശ്രീഹരി അവളുടെ തേൻ കുടിച്ചു എന്ന് മാത്രം. ഇനി ശ്രീഹരിക്ക് അവളെ വേണ്ട. എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് ഫസ്റ്റ് ഞാൻ ബ്ലോക്ക് ആക്കി. പയ്യ വേറെ അക്കൗണ്ടിൽ മെസ്സേജ് ആക്കിയപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ആയി. അന്നേരം ഒന്നും ഉണ്ടായിട്ട് മെസ്സേജ് അയക്കും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ. അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. പയ്യ തിരിച്ചു തന്നു. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ജപ്പാനിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിന്. ഒരുമിച്ച് എല്ലാവരും മോളിൽ പോയിന്. തിരിച്ചു വരുമ്പോൾ വന്നിട്ട് ഡ്രോപ്പ് ആക്കിയിട്ട് പിന്നെ റൂമിലേക്ക് വന്നു. ഒരുമിച്ച് റൂമിൽ കുറച്ച് നേരം ഉണ്ടായിന്. 2.5 മണിക്കൂർ ഉണ്ടായിന്. അവിടുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ച് കിസ് ചെയ്തിന്. ബെഡിൽ ഒരുമിച്ച് കിടന്നു. അവിടുന്ന് കുറച്ച് കഴിയുമ്പം പോയി. പിറ്റേന്ന് എയർപോർട്ടിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഫാനയുടെ ജീവിതം ഒളിച്ചോടാൻ ആരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ വലിയ പാഠമാണ്.
എന്തോ ഒരു ജീവിതമായിരുന്നു, ഐശ്വര്യം നിറഞ്ഞ ജീവിതം. മാലാക്ക പോലെ ഒരു ഭർത്താവ് കിട്ടി, അല്ലേ? തൻ്റെ ജീവിതത്തിൽ വന്ന വലിയ ന്യൂനതയാണ്. എന്നും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ, അല്ലേ, ലക്ഷക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് ശ്രീഹരിയോടൊപ്പം ജീവിച്ചു. എന്നൊക്കെ ഈ വിവരമെല്ലാം അറിഞ്ഞ സമയത്ത് പോലും ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാഗത്ത് നിന്ന ചില വീഴ്ചകളായിരിക്കാം. കാരണം ബിസിനസ് തിരക്കുകൾക്കിടയിൽ മണിക്കൂറുകൾക്ക് ലക്ഷക്കണക്കിൽ അധ്വാനിക്കുന്ന വലിയ സമ്പന്നനാണ്. വലിയ വീടാൻ, മനോഹരമായ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള വീട്. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാനും ആ ഭർത്താവിൻ്റെ എല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തെല്ലാം ശ്രീഹരിക്ക് വേണ്ടി ചെലവഴിച്ച് തൻ്റെ വീട്ടിൽ ഒലിപ്പിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന സഫാന. അവസാനം ഭർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളാണ്, ഇനി മുതലെങ്കിൽ നമുക്ക് നന്നായി ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, എനിക്ക് ശ്രീഹരിയോടൊപ്പം മാത്രമാണ് ജീവിക്കാൻ താല്പര്യം. ഇപ്പോൾ അവരുടെ അവസ്ഥ നോക്ക്. ദുരിതം നിറഞ്ഞ ജീവിതം. ഒരു കാലത്ത് സഫ ആരായിരുന്നു? കോടീശ്വരിയായിരുന്നു. ഇപ്പോഴോ സഫയുടെ ജീവിതം നരകിക്കുന്ന ജീവിതം. സാമ്പത്തികമായി എല്ലാ നിലക്കും ശ്രീഹരിക്ക് അവന് വേണ്ട. തേൻ നുകരാൻ വേണ്ടി പലരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അരികിൽ വരും. അവർക്ക് തേൻ നുകർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കാൻ അവരെ കൊണ്ട് സാധ്യമേ അല്ല. പിന്നെ നിങ്ങളെ മാതാപിതാക്കളെ എതിർത്തുകൊണ്ട്, കുടുംബത്തെ എതിർത്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും നഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തി നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം നരകിക്കുമെന്നതിന് ഈ സഫ പോലത്തെ ഒരുപാട് ആളുകൾ ഉദാഹരണമാണ്. അവളുടെ ജീവിതത്തിൻ്റെ ഓരോ കഥകൾ നോക്കി അവർ പറയുന്നത്, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേൾക്കുമ്പോൾ, ഒരു കാലത്ത് ആരായിരുന്നു സഫ? ആ വീട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരുടെ ജീവിതം എത്ര സുഖാഡംബരമുള്ള, എത്ര മനോഹരമായുള്ള ജീവിതമായിരുന്നു. അതെല്ലാം അവസാനിച്ചു. ഈ ഒരു വീട് നിങ്ങളുടെ ശ്രദ്ധയിൽ നാം പെടുത്തുന്നത് തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഗൗരവത്തിൽ കാണാൻ വേണ്ടിയാണ്. നമുക്ക് ചെറിയ സുഖത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും എല്ലാവരും വലിച്ചെറിഞ്ഞുകൊണ്ട് നാം പോവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളുടെ ചെയിൻ നുകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങൾ വേണ്ട. അവർക്ക് ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല പുരുഷൻ. അങ്ങനെ നിങ്ങളെ കൂടെ നിലനിന്ന് കൊണ്ടുപോകില്ല. ഇത് വിചാരിക്കണം. കാരണം പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവൻ ചിന്തിക്കും, ഇനി വേറൊരാളോടൊപ്പം ഇവൾ ഇറങ്ങി പോകില്ല. എന്തുറപ്പാണ്? കാരണം ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തൻ്റെ എല്ലാം അല്ലേ, മാസത്തിൽ ലക്ഷക്കണക്കിലാണ് ചെലവ് തന്ന ഭർത്താവിനെ പോലും വലിച്ചെറിഞ്ഞവൾ പിന്നെ എന്നെ വലിച്ചെറിയില്ല എന്ന് എന്തുറപ്പാണ്? അവർക്ക് സംശയങ്ങൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടുണ്ടാകും. പിന്നെ നിങ്ങളെ ഒഴിവാക്കും, ഉറപ്പാണ്. അങ്ങനെ ഒഴിവാക്കിയ സംഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. നാം ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന് വേണ്ടിയൊക്കെ ഇത് വലിച്ചെറിയണം. ഇതിലൊരു ഹൈറും ഉണ്ടാവില്ല. എത്രത്തോളം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? കൂടിയാൽ മരണം വരെ, അല്ലേ? അങ്ങനൊന്നും പോവില്ല. ഇനി കൂടിയാൽ മരണം വരെ. അങ്ങനെ പോയത് ആരുമില്ല. 1-2 വർഷങ്ങളെ കൊണ്ട്, അല്ലേ? ഉമ്മയുടെ മയ്യത്ത് വന്ന് പറയുന്നു, നിങ്ങളുടെ ഉമ്മ അതാ ചീഞ്ഞരിഞ്ഞുകൊണ്ട് റോഡരികിലുണ്ട്, ഒന്ന് നോക്കാൻ പോകുന്നില്ലേ? എൻ്റെ വാപ്പയെ വഞ്ചിച്ച ഉമ്മയെ നമുക്ക് വേണ്ട. ആ ഉമ്മയുടെ മയ്യത്ത് പോലും നമുക്ക് കാണണ്ട എന്നാണ് ആ പൊന്നുമക്കളെ അടുത്ത് പറഞ്ഞ ആ ഒരു വാർത്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വേദനാജനകമാണ്. ഈമാനും നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, കുടുംബക്കാർ, നാട്ടുകാർ എല്ലാവരും ശപിക്കുന്ന ഒരവസ്ഥയിൽ സഫയുടെ അവസ്ഥ അങ്ങനെയല്ലേ? സഫ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പും അറുപ്പുമാണ്. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട ഭർത്താവിന് തൻ്റെ എല്ലാം, കാരണം ജോലി തിരക്ക് കൊണ്ട് ചിലപ്പോൾ ഭാര്യയെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. അതെനിക്ക് ഭർത്താവിനോട് പറഞ്ഞ് പരിഹാരം കണ്ടെത്താനല്ലേ വേണ്ടത്. അതല്ലാതെ മറ്റൊരു ജീവിതമാണോ ഭർത്താവിനെ വഞ്ചിച്ചു കൊണ്ടുള്ള? ഒരു പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ കൂടെയും അതുപോലെ ഭാര്യമാരെ കൂടെയും സമയം ചെലവഴിക്കാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം. നാം അവരെ അവഗണിക്കരുത്. കാരണം ഈ പണം മാത്രമല്ലല്ലോ അവർക്ക് ആവശ്യം, അവർക്ക് നമ്മെ ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കാൻ നാം അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ജോലി എന്ന് പറഞ്ഞ് നിരന്തരമായി ജോലിയുടെ പിന്നാലായാൽ പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ തീർക്കുന്നത് മറ്റൊരാളായിരിക്കാം. ചിലപ്പോൾ ചെറിയ ഓട്ടോ ഡ്രൈവറായിരിക്കാം അവരുടെ അത്യാവശ്യമായ ഒരു ചെറിയ ഒരു കാര്യത്തിൽ ഇടപെട്ടത്. പരിപൂർണം പിന്നെ സ്നേഹം വിശ്വാസം അവനോടായി.
പണം, അധ്വാനം എല്ലാം ഭർത്താവിൻ്റെതാണ്. ചോറിവിടെയും കൂറവിടെയുമാകും. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചില വീഴ്ചകളാണ്. ഇതൊക്കെ നാം പരിഹരിച്ചെടുക്കേണ്ടതുണ്ട്. നോക്ക്, ഈ ഭർത്താവ് പറഞ്ഞത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചകളാണ്, എന്നാൽ എല്ലാം പൊറുത്തു തരാം, ഇനി നമുക്കങ്ങോട്ട് നല്ലൊരു ജീവിതം നയിക്കാമെന്ന് അത്രയും വിനയത്തോടു കൂടി പറഞ്ഞപ്പോഴും എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ശ്രീഹരി മാത്രം മതി എന്ന് പറഞ്ഞു പോയവൾ, ഇന്നവളുടെ അവസ്ഥ. ഈ അവസ്ഥകൾ എല്ലാവർക്കും മാതൃകയാകണം. ഇത് കണ്ട് നാം പഠിക്കണം. കണ്ട് എൻ്റെ പറയുകളെ കേട്ട് കൊണ്ടില്ലെങ്കിൽ പിന്നെ കണ്ടുകൊള്ളേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നല്ല ബോധവും ചിന്തയും അള്ളാഹു നൽകട്ടെ. ചെറിയ ചെറിയ സുഖത്തിന് വേണ്ടി കുടുംബത്തെയും മാതാപിതാക്കളെയും എല്ലാം വലിച്ചെറിഞ്ഞു പോകുന്ന പെൺകുട്ടികളെ, പോയവർ ആരും സന്തോഷത്തിൽ കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതം സന്തോഷത്തിലാകില്ല. കാരണം അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമല്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രണയം എന്ന് വരുന്നത് തന്നെ അത് ആരോടായിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.